അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ജൂലിക്ക് ഉറക്കം വന്നിട്ട് ജൂലി ഉറങ്ങാതെ അവിടെ ഇരിക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് കുറേ പണികളുണ്ടായിരുന്നു. ഇവിടെ എല്ലാം കുറച്ച് ഭാഗങ്ങൾ ഈ ചെടിച്ചട്ടിയുടെ ഇടയ്ക്കൊക്കെ പോച്ച പിടിച്ചിപ്പോൾ ഉണ്ടായിരുന്നു. പകുതി മുക്കാലും ഞാൻ പിച്ചി. പിന്നെ ഗേറ്റിൻ്റെ വെളിയിൽ നിറയെ ഉണ്ടായിരുന്നു. ഇനി ഒരു കാൽ ഭാഗവും കൂടെ ഉണ്ട് അങ്ങോട്ട്. അതെല്ലാം നാളെ പിച്ച്, നാളെ അവധിയില്ലേ. പിന്നെ ഇതിനൊക്കെ കുറേ വെട്ടാനുള്ളത് വെട്ടണമായിരുന്നു. പിന്നെ മണ്ണും വളവും ഒക്കെ എല്ലാത്തിലും ഇട്ടു. അങ്ങനെയൊക്കെ ഒക്കെ അപ്പം ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാൻ പോവുകയാണ്. അല്ലേ, ഇന്ന് നമുക്കൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാം. നോൺ വെജ് അല്ല, വെജിറ്റേറിയൻ വിഭവമാണ്. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീട്ടിൽ നിന്ന വലിയ സത്യം പറഞ്ഞാൽ എന്താ ഇവിടെയൊക്കെ കുറേ തേച്ച് കഴുകണമായിരുന്നു. തറയൊക്കെ ഈ ഇൻ്റർലോക്കൊക്കെ കഴുകിയിട്ട്, പിന്നെ നമ്മുടെ പയറിനകത്ത് മൊത്തം ഈ കുഞ്ഞു കുഞ്ഞു പ്രാണികളില്ലേ, അപ്പം അതിൻ്റെയൊക്കെ മരുന്നെല്ലാം അടിച്ച്, ചെടികൾക്ക് മരുന്നടിച്ച്, അങ്ങനെ കുറേ പണികൾ തീർത്തു. ഇവിടെയൊക്കെ തേച്ച് കഴുകി, നമ്മുടെ ജൂലിയെ കുളിപ്പിച്ചു, എല്ലനെ കുളിപ്പിച്ചു, കുറേ പണികൾ കഴിച്ചു ഇന്ന്. അപ്പം ഇതിനകത്തൊക്കെ ഞാൻ നമ്മുടെ വളവും മണ്ണും കൂടെ ചേർത്തെല്ലാം ഫില്ല് ചെയ്ത് വെച്ചു. ഇനി ഇതിനകത്തൊക്കെ ഇട്ടില്ല, ഇവിടെ സൈഡിൽ നിൽക്കുന്നതിന് മാത്രമേ ഇട്ടുള്ളൂ. ഇതിനും ഇട്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണ് പരിപാടി. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന നല്ലൊരു അവധിയല്ലേ, അപ്പോൾ നല്ലൊരു കട്ട്ലറ്റ്. സാധാരണ നമ്മൾ 7 മണി 7:30 ആകുമ്പോഴാണ് ഈ സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ തൂത്തുകൊണ്ട് നിന്നായിരുന്നുണ്ട്. തേച്ച് കഴിയതാണെങ്കിലും തൂക്കണമായിരുന്നു വൈകിട്ട്. ഇവരെ കുളിപ്പിച്ചതിന് ശേഷമാണ് അത് തേച്ച് കഴിയത്. അപ്പോൾ ഞാൻ ഇപ്പം തൂത്ത് വാരി എല്ലായിടും. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇന്നൊരു കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്ത് കട്ട്ലറ്റ്, വെജിറ്റബിൾ കട്ട്ലറ്റാണ്. നിങ്ങൾ ഓടിപ്പോകുമൊന്നും വേണ്ട ഇത് കേട്ടോണ്ട്. വെജിറ്റബിൾ കട്ട്ലറ്റാണെന്നും പറഞ്ഞുകൊണ്ട് അത് കഴിച്ച് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കതിൻ്റെ അയ്യോ ഓടിപ്പോകണ്ടായിരുന്നെന്ന് തോന്നുന്നത്. മനസ്സിലായ? വേറൊന്നുമല്ല, കൂമ്പ് കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. ഈ കൂമ്പിനകത്ത്, കൂമ്പ് നിങ്ങൾക്ക് അറിയാമല്ലോ അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന്. നമുക്ക് കുറച്ച് മതി. ഓക്കെ, ഇത് ഷുഗറുകാർക്ക് പറ്റിയ ഒരു സംഭവമാണ്. നിങ്ങൾ കരുതുമായിരിക്കും ഇവള് ഷുഗറുകാർക്കാണെന്ന് പറഞ്ഞിട്ട് കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്, അതിനകത്ത് ഉരുളക്കിഴങ്ങ് വരത്തില്ലയോന്ന്. പക്ഷേ അപ്പം അത് നിങ്ങൾ നോക്കിക്കോണം എന്ത് വേണമെന്ന്. ഓക്കെ, ഇത് ഞാൻ അരിഞ്ഞ് ചേർത്തിട്ട് കാണിച്ചു തരാം. നിങ്ങളോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമേ ഈ തോരൻ ഉണ്ടാക്കാൻ നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് നമ്മുടെ കയ്യിൽ കറ പറ്റാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഫ്രിഡ്ജിൽ ഒരു ദിവസം വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്താൽ മതി, ഒട്ടും കറ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചിരിച്ചിരിച്ച കറ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കയ്യിൽ എണ്ണ പുരട്ടുകയോ ഒന്നും ചെയ്തില്ല. ഓക്കെ, ഇതിനകത്ത് അധികം കറയായിട്ട് തോന്നുന്നതുമില്ല. അപ്പം നമുക്ക് അത് അരിഞ്ഞു വെച്ചു. ഇനി ഇത് നല്ലതുപോലെ ഒന്നുകിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിനകത്ത് പറഞ്ഞതാണ്, ഒന്നുകിൽ കാടിവെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം, അല്ലെങ്കിൽ ഉപ്പ്, കഞ്ഞിവെള്ളം, കാടിവെള്ളം, ഇതിലേതെങ്കിലും ഒരെണ്ണം ഇട്ടിട്ട് നല്ലപോലെ ഞെവിടി അതിൻ്റെ കറയുള്ളത് എടുത്ത് ഊറ്റിക്കളയണം. അപ്പം നല്ലപോലെ ഞെവിടുമ്പോൾ അതിൻ്റെ കറയങ്ങ് പോകും. നമുക്ക് ടേസ്റ്റ് നല്ലതായിരിക്കും. അതിനകത്ത് കറയൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. മനസ്സിലാകുന്നു? അല്ലെങ്കിൽ കറ ചെവയ്ക്കും. അപ്പം നമുക്ക് ഇതിനെ ഊറ്റട്ടിയാൽ എല്ലാം ആയിട്ട് ഞാൻ എല്ലാം ഇതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസും ഒക്കെ കാണിച്ചു തരാം.
ഞാനപ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ ഒന്ന് താത്ത് വെച്ചേ. പച്ചമുളക് 2 കുഞ്ഞി പച്ചമുളക്, അല്പം ഇഞ്ചി കുനുകുനാന്ന് അരിഞ്ഞത്, സവാള, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കൂമ്പ്. ഇങ്ങനെ കാണിച്ചു തരട്ടെ ഞാൻ എന്തുവാന്ന്. പൊട്ടറ്റോയ്ക്ക് പകരം ഇടുന്ന കാണിച്ചു തരാം, അത് ഇടാൻ നേരം കാണിക്കാം. ഓക്കെ, അപ്പം ഞാൻ അടുപ്പിൽ തീ ഓണാക്കാം. ഗ്യാസ് ഓണാക്കി പാൻ അടുപ്പിൽ വെച്ചു. പാൻ ചൂടാകുമ്പോൾ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഓക്കെ, കൂമ്പിനകത്തൊരൽപ്പം എണ്ണ പുരട്ടി വെക്കാം കേട്ടോ. അത് നല്ലതാണ്. എന്താണെന്നറിയാമോ, ആ ഒരു കറയില്ല ഇതിനകത്ത്, ഒട്ടും തന്നെ ഇല്ല, സത്യം ഞാൻ പറയുന്നത്. അപ്പം നമുക്കൊരു ഇച്ചിരി എന്നാലും ഒരു എണ്ണ പുരട്ടി വെക്കുമ്പോൾ ഒരു സോഫ്റ്റ്നെസ് ആവും. നമുക്ക് ഓരോ ഐറ്റംസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇടുന്ന എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാമോ? ആദ്യം ഇടുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ. കണ്ടോ, രണ്ടും കൂടെ ഇടുക. നമ്മുടെ കൂമ്പിട്ട് കൊടുക്കാം. കണ്ട കൂമ്പ് കണ്ട 1 by 1 ആയിട്ടിരിക്കുക. അത് ആ എണ്ണയും കൂടെ തേച്ചത് കൊണ്ടാണ്. ഓക്കെ, അപ്പം അതുമായി ഞാൻ ഇതിനകത്ത് ഇടുന്ന സാധനം എന്ന് പറഞ്ഞില്ലേ, നമ്മുടെ പൊട്ടറ്റോയ്ക്ക് പകരം അത് ഉപ്പിട്ടാണ് ആക്കി. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപ്പിടാം. ഓക്കെ, ഈ അടുത്തത് നമ്മുടെ സാധനം ഇടുന്ന സമയത്ത് നിങ്ങളെ ഞാൻ കാണിച്ചു തരേണ്ടത് തന്നെ. ഒരല്പത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കുനുകുനാന്നാക്കി വെട്ടിയിട്ട് കൊടുക്കാം. കണ്ടായത് ചെയ്യുന്ന നല്ലൊരു സ്മെല്ലായിരിക്കും അങ്ങനെ കേട്ടോ. ഞാനത് പിച്ച് വെച്ചിരുന്ന കറക്കിടാനേ നല്ലപോലെ ഒന്ന് വെട്ടിയിടുക. ഓക്കെ, കൂമ്പിന് അല്പം വേവുള്ളത് കൊണ്ട് ഞാൻ ഇതിനെ അടച്ചു വെക്കുന്നു. നമുക്കൊന്ന് വേവിച്ചെടുക്കണേ. കൂമ്പിന് അല്പം വേവുണ്ട്. അപ്പോൾ അത് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കരുതേ. ആ പച്ചമുളകിൻ്റെ നല്ല എരിയുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഇത് ആയിട്ടുണ്ട് കേട്ടോ. തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് നമ്മുടെ എന്താണെന്നല്ലേ ഇത് ചേർക്കുന്നത്? ഞാൻ നമ്മുടെ ചക്കക്കുരു ചേർക്കുന്നത്. ചക്കക്കുരു സാധായിൽ നിന്നും കുറച്ചും കൂടെ കുക്കറിലിട്ട് വേവിക്കണേ. അതാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പം ഷുഗർകാർ പേടിക്കാതെ ഇത് തിന്നാൻ പറ്റും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും ഷുഗർകാർ വിഷമിക്കേണ്ട നല്ലൊരു സംഭവം തന്നെ ഇത് കേട്ടോ. അപ്പം നമുക്ക് ഇതൊന്ന് ഇതിനകത്ത് മിക്സ് ചെയ്യാം. ഉടച്ചിട്ടുണ്ട് ഞാൻ. അപ്പം തീ ഒന്ന് സിമ്മിലാക്കി കൊടുത്തോണം കേട്ടോ. സാധാ നമ്മൾ ചക്കക്കുരിയൊക്കെ ഓരോന്നിനെയൊക്കെ വേവിക്കുന്നതിനേക്കാളും അല്പവും കൂടെ ഒന്ന് വേവണം കേട്ടോ. ഇനി ഞാൻ ഈ ചക്കക്കുരു വേവിച്ചപ്പോൾ തൊലി ഇളക്കിയാണ് വേവിച്ചത്. അപ്പം ആ വേവിച്ച സമയത്ത് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനൊന്ന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പം ചേർക്കാം. ഞാൻ പച്ചമുളക് മാത്രമാണ്, ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും മാത്രം ഒരു എരിയേ ഉള്ളു. ഓക്കെ, അപ്പം ഞാൻ ഇതിനകത്ത് ഇനി ചേർക്കാൻ പോകുന്നത് ലേശം മഞ്ഞൾപ്പൊടി. ഓക്കെ, അതൊക്കെ നല്ല മിക്സ് ആക്കിക്കോണം. എന്തിട്ടാലും മിക്സ് ആക്കണം.
ഓക്കെ. ലേശത്തിന് കുരുമുളക് പൊടി കേട്ടാ. മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പം ആ പച്ചമുളകിന് നല്ല എരിയുള്ള പച്ചമുളക്, അപ്പം ഞാൻ ഇത്രയും ചേർക്കുന്നോളൂ. ഒരുപാട് എരിയായാൽ നമുക്ക് കട്ട്ലറ്റ് തിന്നാൻ ഭയങ്കര എരിയായിരിക്കും. കട്ട്ലറ്റ് തിന്നുമ്പോൾ ഒത്തിരി എരിയാണെങ്കിൽ അത് ആസ്വദിച്ച് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പം ഇത്രയാണ് ഞാൻ ചേർക്കുന്നത്. വേണമെങ്കിൽ ഇച്ചിരി ജീരകത്തിൻ്റെ പൊടി ചേർക്കാം, അത് വേണം, ഓപ്ഷണലാണ്, അത് വേണമെങ്കിൽ മാത്രം. ഓക്കെ. ഇപ്പം കണ്ടല്ലോ എന്തൊക്കെ ഐറ്റംസ് ആയിട്ടെന്ന്. ചക്കക്കുരുവിന് നമുക്ക് ഇങ്ങനൊരു ഗുണവും കൂടെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ആ മഞ്ഞളും കുരുമുളകും എല്ലാം ഒന്ന് പിടിക്കണം ഇതിനകത്ത് കേട്ടോ. ഗരം മസാലയൊന്നും ചേർക്കത്തില്ല ഞാൻ, നോൺ വെജ് അല്ലല്ലോ, അതുകൊണ്ട്. നോൺ വെജ് ആയിരുന്നെങ്കിൽ ഒരു സ്വല്പം ഗരം മസാല ഞാൻ ചേർത്തേനെ. ഓക്കെ. അപ്പം ഇത് നല്ല പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കണ്ടേന്ന് വെച്ചാൽ ഇതിൻ്റെ അതിനും നോൺ വെജ് വേണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള കോട്ടിങ്ങിന് മുട്ടയാണ് ചേർക്കുന്നത്. മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയാണ് എടുക്കുന്നത്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഞാൻ ഈ ബ്രെഡ് ക്രംസിന് പകരം ഞാൻ നമ്മുടെ റവയിൽ മുക്കിയാണ് എടുക്കുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട് കേട്ടോ. ഓക്കെ. അപ്പം ഇത് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഓക്കെ. അപ്പം ഞാൻ അതേ പാൻ തന്നെ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മുട്ട ഞാൻ ഈ വെജിറ്റേറിയൻകാരെല്ലാം ക്ഷമിക്കണം, ഈ വെജിറ്റേറിയൻകാർ ഈ മുട്ടയ്ക്ക് പകരം ഓക്കെ മൈദ മാവ് പിന്നെ ലൂസായിട്ട് ഇതേപോലെ ആക്കിയിട്ട് അതിനകത്ത് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിനകത്ത് പൊരിച്ചെടുത്താൽ മതി. ഓക്കെ. അപ്പം ഞാനിവിടെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ മുട്ടയാണ് വെച്ചേക്കുന്നത്. ഓക്കെ. അപ്പം വെജിറ്റേറിയൻകാർ അങ്ങനെ ചെയ്യണേ. ഇത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. ഒരുപാട് അങ്ങ് എണ്ണ കുളിച്ചല്ല ഇത് ആക്കേണ്ടുന്നത്, നമുക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ മുട്ടയാക്കി വെച്ചതിനകത്തോട്ട് മുട്ട നമ്മൾ ബീറ്റ് ചെയ്തതിനകത്ത് അല്പം ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇപ്പോൾ ഈ ഒരുപാട് വാഴയൊക്കെ ഉള്ളവർക്ക് ഈ കൂമ്പൊക്കെ ഒരു തോരനൊക്കെ അല്ലേ വെച്ച് എടുക്കുന്നത്, ഈ രീതിയിലും കൂടെ ആൾക്കാരൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പം ഞാൻ ഇതെല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തന്നില്ല നിങ്ങളെ. കണ്ട ഈ രീതിയിലാണ് ഞാൻ പരത്തിയേക്കുന്നത്. ഓക്കെ. ഞാൻ എടുത്തേക്കുന്ന റവയാണേ കേട്ടോ. ഓക്കെ. ഇത് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തിട്ട് പിന്നെ കുറച്ച് വേണം കേട്ടോ. ഇതിനകത്ത് വേകാനുള്ള ഒരു സാധനങ്ങളും ഇല്ലെന്നറിയാമല്ലോ, എല്ലാം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഒരു വശം ഒന്ന് ചെറുതായിട്ട് ഒന്നായി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണേ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ കൂമ്പിൻ്റെ കാര്യം നിങ്ങളടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ട. അപ്പം ഞാൻ ആദ്യം ഇട്ടൊന്ന് നോക്കട്ടെ. ഇങ്ങനെ മൂത്ത് വരും കേട്ടോ. അത് ഒത്തിരി കരിയാനിട കൊടുക്കരുത് കേട്ടോ.
ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോഷവും ഇല്ലാത്തൊരു സാധനം കേട്ടോ. ചെറിയ തീയിലിട്ട് നമുക്ക് ആക്കിയെടുക്കാം. ഓക്കെ, മറ്റേത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എണ്ണയ്ക്കകത്തൊന്ന് മുക്കിയും കൂടെ പൊരിച്ചെടുക്കാം. ഓക്കെ, നോക്കട്ടെ അതെങ്ങനെ ഇരിക്കുമെന്ന്. തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. ചുമ്മാ രസത്തിന് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ ഈ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ എടുക്കുവാണ്. നോക്കാം ഇങ്ങനെ ഇരിക്കുന്നെന്ന്. വെച്ച് പൊരിക്കുമ്പോൾ ഇങ്ങനെ ഈ ഇപ്പം കാണിച്ചു തരും ഞാൻ എൻ്റെ കളർ അങ്ങനെ ആയിരിക്കും കേട്ടോ. ബ്രെഡ് ക്രംസ് വെച്ച് പൊരിക്കുമ്പോൾ ഇച്ചിരി നല്ല കടുത്ത ബ്രൗൺ കളറാവും. ഓക്കെ, ഇനി ഇതിൽ കൂടുതൽ ഇതിനെ നമ്മൾ മുരിച്ചെടുത്താൽ ഇത് കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതേ കണക്കുണ്ടാക്കണം. അപ്പോൾ അതാണ്ട് എണ്ണയിൽ പൊരിച്ചതും റെഡിയായി. അത് സ്വല്പം കൂടെ കളർ വെച്ചിട്ടുണ്ട്. എങ്കിലും എനിക്ക് അല്ലാതെ ഫ്രൈ ചെയ്തെടുത്താണ് എനിക്കിഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പം എല്ലാവരും ഇതേ കണക്ക് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ താണ്ടെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വന്നുകൂടി ഇരിക്കുന്നത്. നല്ലതായിരുന്നു. നമ്മൾ റവയ്ക്കകത്ത് ഇങ്ങനെ ആക്കിയെടുക്കുമ്പം ഡിഫറെൻറ്റ് കളറായിരിക്കും, അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നാളെ ബ്രെഡ് ക്രംസിനകത്ത് മുക്കി പൊരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്ത് പ്ലീസ് കാണരുത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും അവർക്കൊക്കെ അയച്ചു കൊടുത്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. നമുക്ക് നാളെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, നാളെ നമ്മുടെ പെരുന്നാളാണ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.